സിക്കിം ടണൽ ദുരന്തത്തിൽ മരിച്ച കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ചു. നോർക്ക പ്രതിനിധികൾ, പഞ്ചായത്ത് അധികൃതർ എന്നിവർ വിമാനത്താവളത്തിലെത്തി. ഉച്ചയ്ക്ക് ശേഷം കോട്ടയത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളജിസ്റ്റാണ് മരിച്ച അനീഷ് മോഹൻ. നവമി വിവരങ്ങൾ പങ്കുവെക്കും. നവമി, ഈ മൃതദേഹം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ തന്നെ അടക്കം ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ ചില ആലോചന ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് സുഗമമായി നടന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, നോർക്കയുടെയും സർക്കാരിന്റെയും ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് അനീഷിന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. എന്തായാലും എംബാം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ആംബുലൻസ് വഴിയായിരിക്കും കോട്ടയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടേക്ക് വിമാനം നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്കിറക്കും. മൃതദേഹത്തിനോടൊപ്പം തന്നെ മരിച്ച അനീഷിന്റെ സഹോദരൻ ഉണ്ടാകും. സഹോദരൻ ബിനീഷ്, അനീഷിന്റെ ഭാര്യ സംഗീത, ഭാര്യ സഹോദരൻ സനല്, അതോടൊപ്പം തന്നെ ബിനീഷിന്റെ സുഹൃത്ത് സാബി ബേബി, ഇവരും ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന്, അപകടം നടന്നു എന്ന് അറിഞ്ഞതിനെ തുടർന്ന് തന്നെ കുടുംബം അങ്ങോട്ടേക്ക് പോവുകയും പിന്നീട് അനീഷിന്റെ മൃതദേഹം തിരിച്ചറിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അവരവിടെ തന്നെയായിരുന്നു തുടർന്നത്. ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കുമ്പോഴും അവരൊപ്പം തന്നെയുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കാർഗോയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ കാർഗോ വിഭാഗത്തിന് സമീപത്താണ്. ഇവിടേക്കാണ് മൃതദേഹം എത്തിക്കുക. ആംബുലൻസിന് സൗകര്യം സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ ആംബുലൻസ് ഉണ്ട്. നോർക്ക റൂട്ട്സിന്റെ ആംബുലൻസ് ഉണ്ട്. ഒപ്പം പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ നിന്നും പ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഇവരായിരിക്കും മൃതദേഹം ഏറ്റുവാങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ 2 മണിക്കൂർ പൊതുദർശനം വെച്ചതിനു ശേഷമായിരിക്കും സംസ്കാരം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ഏറെ വേദനയോടുകൂടി തന്നെയാണ് ആ നാട് അനീഷിന്റെ മരണ വിവരം അറിഞ്ഞത്. പ്രത്യേകിച്ച് അനീഷിനെ മലയാളികൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്. കാരണം സയന്റിഫിക് മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി കൂടിയാണ് അനീഷ്. അതിൽ കൂടി നൽകുന്ന വിവരങ്ങൾ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള നിരവധി വീഡിയോകളാണ് ഓരോ ദിവസവും അനീഷ് അതിൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ നമുക്ക് അറിയാം, ഈ അനീഷിന്റെ യൂട്യൂബ് ചാനലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഏറെ വേദനയോടുകൂടി തന്നെയാണ് അനീഷിന്റെ വേർപാടിനെ നോക്കിക്കാണുന്നത്. നേരത്തെ അനീഷ് ജോലി ചെയ്തിരുന്നത് ഹരിയാനയിലായിരുന്നു. ഹരിയാനയിൽ കുടുംബത്തോടൊപ്പം ആയിരുന്നു ഉണ്ടായിരുന്നത്. 6 മാസമായിട്ടേ ഉള്ളൂ ട്രാൻസ്ഫറായി സിക്കിമിലേക്ക് വന്നത്. അതോടുകൂടിയാണ് കുടുംബം നാട്ടിലേക്ക് വന്നത്. അനീഷിന് 2 മക്കളാണുള്ളത്. ഇവർ നാട്ടിലേക്ക് വരികയും അനീഷ് സിക്കിമിൽ തുടരുകയും ചെയ്തു. അവിടെ തുരങ്കപാതയുടെ നിർമ്മാണത്തിനിടയിലാണ് അനീഷിന് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അപകടത്തെ തുടർന്നാണ് 20 പേരോളം മരിച്ചു. അതിൽ പിന്നീട് നടത്തിയ തിരച്ചിലാണ് അനീഷിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സിക്കിമിലെ നാംചി ജില്ലയിലുള്ള സമർദുങ്ങിൽ NHPCയുടെ തീസ്ത സ്റ്റേറ്റ് 6 ഹൈഡ്രോ പവർ പ്രോജക്റ്റിന് വേണ്ടിയുള്ള തുരങ്കപാത നിർമ്മാണത്തിനിടയിലാണ് മീഥേൻ വാതക സ്ഫോടനത്തിന് പിന്നാലെ മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലാണ് അനീഷിന്റെ ജീവനും പൊലിയുന്നത്. ഏകദേശം 20 പേരാണ് അതിൽ മരിക്കുകയും ചെയ്തത്. അപ്പോൾ അത് അവിടുത്തെ സിക്കിം യൂണിറ്റിലെ സീനിയർ മാനേജർ കൂടിയായിരുന്നു അനീഷ്. അവിടെ അനീഷിനെ അറിയുന്നവരെല്ലാവരും പറയുന്നത് വലിയ ബ്രില്യന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ തന്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അനീഷ്. എല്ലാവരോടുമൊക്കെ നല്ല രീതിയിലുള്ള ഇടപെടലും, അല്ലെങ്കിൽ അനീഷിന്റെ സഹപ്രവർത്തകർക്കൊക്കെ അനീഷിന്റെ വേർപാടിൽ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഓർക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് അനീഷ് അവസാനമായി നാട്ടിലേക്ക് എത്തിയത്. അതിനുശേഷം ഓണത്തിന് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുകയും അവിടെ വെച്ച് അനീഷിന്റെ ജീവൻ നഷ്ടമാകുകയും ചെയ്തത്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. ഇവിടെ ബന്ധുക്കളും ഒപ്പം അനീഷിന്റെ മൃതദേഹവും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് ഉള്ളിൽ തന്നെ മൃതദേഹം പുറത്തേക്കിറക്കും. മൃതദേഹത്തിന് സ്വീകരിക്കുന്നതിന് വേണ്ടി നോർക്കയിലുള്ള പ്രതിനിധികളും അതോടൊപ്പം തന്നെ അനീഷിന്റെ ബന്ധുക്കളും എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അനീഷിന്റെ നാട്ടിൽ നിന്നുള്ള ആളുകളുമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഒരു നാട് അനീഷിന്റെ മരണത്തെ, ഈ മരണ വാർത്ത കേട്ടത്. ഒരുപാട് പ്രതിസന്ധികൾ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നു. നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ? അനീഷിന്റെ ഭാര്യയൊക്കെ വളരെ വേദനയോടുകൂടി തന്നെയായിരുന്നു അത് പ്രതികരിച്ചത്. കാരണം അത് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമോ, അവിടെ തന്നെ സംസ്കരിക്കേണ്ടി വരുമോ എന്ന വലിയ
ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും ആ ആശങ്കയ്ക്കൊക്കെ വിരാമമായിട്ടാണ് അനീഷിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മൃതദേഹം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്കിറക്കും. അനീഷിന്റെ വേർപാടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വേർപാടിൽ തന്നെയാണ് ഒരു നാട് വലിയ വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത അവർ കേൾക്കുന്നത്. കുടുംബത്തിനും താങ്ങാവുന്നതിനപ്പുറമുള്ളൊരു വേദന തന്നെയാണ് അനീഷിന്റെ ഈ ഒരു വേർപാടിനെ കാണുന്നത്. രഞ്ജിത്ത്, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനിലെ സീനിയർ ജിയോളിസ്റ്റ് ആയിരുന്നു അനീഷ്. മരിച്ച അനീഷ് വലിയ ദുരന്തം സംഭവിക്കുന്നു. ഈ വാതകത്തിൻ്റെയൊക്കെ ചോർച്ച ഈ രക്ഷാപ്രവർത്തനത്തെയൊക്കെ വല്ലാതെ ബാധിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഒരുപാട് ശ്രമങ്ങൾ നടത്തി അനീഷ് അടക്കമുള്ളവരെ രക്ഷിക്കാൻ, പക്ഷേ സാധിച്ചില്ല. വളരെ ബ്രില്യൻ്റായ, വളരെ എഫിഷ്യൻ്റായ ഒരു ഉദ്യോഗസ്ഥനെയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന് നഷ്ടപ്പെട്ടത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ദുഃഖകരമായ സംഭവമാണ്. മൃതദേഹം ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ഇറക്കാനുള്ള ശ്രമങ്ങളിലും മറ്റുമാണ്. നാട്ടുകാരും പഞ്ചായത്ത് അധികൃതരുമൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.